സ്റ്റേറ്റ് സ്കൂൾ കലോത്സവത്തിലേക്ക് തൃശ്ശൂരിനെ റെപ്രസെന്റ് ചെയ്ത് വീണ്ടും സേക്രഡ് സ്കൂൾ തന്നെയാണ് പോകാൻ നിൽക്കുന്നത് അല്ലേ? ഇതിപ്പോ എത്ര വർഷമായെന്ന് ചോദിച്ചാൽ ഇവർക്കും അറിയില്ല. സ്ഥിരമായിട്ട് സ്റ്റേറ്റ് ലെവലിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സേക്രഡ് സ്കൂള്. അപ്പോ നിങ്ങൾക്ക് സന്തോഷം എത്രയുണ്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം റിസൾട്ട് വന്ന് കുറച്ച് നേരമേ ആയിട്ടുള്ളൂ. പക്ഷെ നിങ്ങളെ കുറേ നേരമായി ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇതേ വേഷത്തില് ഇതേ മേക്കപ്പിൽ നിങ്ങൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ മണിക്കൂറുകളായല്ലേ? എപ്പോഴായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ് നടന്നത്? ഒരു 3 മണി സമയമൊക്കെ ഇപ്പൊ ഇത്രയും നേരമായിട്ടും ഇവർ ഇതേ നിൽപ്പോടെ നിൽക്കുകയാണ്. കാരണം നിങ്ങൾക്ക് അറിയായിരുന്നു റിസൾട്ട് വരുമ്പോ നിങ്ങൾക്ക് പ്രൈസ് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോ അത്രയും കോൺഫിഡൻസോട് കൂടി തന്നെ പെർഫോം ചെയ്തത് കൊണ്ട് നിങ്ങൾ ആ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. റിസൾട്ട് വന്നപ്പോ എന്തായി? സന്തോഷമായി. അപ്പോൾ സേക്രഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോ UPക്കും ഫസ്റ്റ് കിട്ടി അല്ലേ? ഇപ്പൊ നിങ്ങൾ ഹൈസ്കൂളാണ് കഴിഞ്ഞ, ഹൈസ്കൂളിനും ഫസ്റ്റ് കിട്ടി. സ്ഥിരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥ തന്നെയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ? നന്നായി ഉണ്ടായിരുന്നു, നന്നായി കളിച്ച് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് തന്നെയാണല്ലോ കിട്ടിയതല്ലേ? ഞങ്ങൾ സബ് ജില്ലയിൽ അപ്പീൽ കൊടുത്തിട്ട് വരുന്ന സബ് ജില്ലയിൽ ഞങ്ങൾക്ക് സെക്കൻഡ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഞങ്ങൾക്ക് വാശി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് വാങ്ങണമെന്ന്. അത് വാങ്ങി. നമ്മൾ ആ ഒരു വാശി പുറത്തങ്ങനെ കളിക്കുകയായിരുന്നു. കാരണം നമുക്ക് സബ് ജില്ലയിൽ സെക്കൻഡ് ആയതിന്റെ ഒരു വിഷമത്തിൽ ഇവിടെ നേടിയെടുക്കണം എന്നുള്ളൊരു ഇതിൽ തന്നെ കളിച്ചതാണ്. അങ്ങനെ നേടിയെടുത്തിരിക്കുകയാണ്. എന്താ എല്ലാവരുടെയും പേര്? എമിലിൻ, അനഘ, ശ്രീലക്ഷ്മി, ക്രിസ്മരിയ, ദേവാംഗന, ജെനിഫർ, സാൻവിയ. നിങ്ങൾ മുൻപും ഇങ്ങനെ ഗ്രൂപ്പ് ഡാൻസിന് പങ്കെടുക്കാറുണ്ടോ? ഉണ്ട്. മുൻ വർഷങ്ങളിലും പോവാറുണ്ട് കലോത്സവത്തിന് അല്ലേ? ആ ഒരു കോൺഫിഡൻസും തലാട്ടലും കണ്ടാൽ തന്നെ അറിയാലോ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു കലോത്സവ വേദികളിൽ ഇങ്ങനെ നിറഞ്ഞു നാടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇതുപോലെ ഈ ഒരു ഗ്രൂപ്പ് ഡാൻസ് തന്നെയാണോ ചെയ്യാറോ അതോ മറ്റ് ഐറ്റംസിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? സിംഗിൾ ഐറ്റം പോകാറുണ്ട്. സിംഗിൾ ഐറ്റംസും പോവാറുണ്ട്, ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പ് ഡാൻസിനും പോവാറുണ്ട്. അപ്പൊ എന്തായാലും പെർഫോം ചെയ്തു. നമ്മൾ ആ ഒരു പ്രതീക്ഷിച്ച ആ ഒരു ലെവലിൽ എത്താനായിട്ട് സാധിച്ചു. ആ ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഇനി സ്റ്റേറ്റ് ലെവലിൽ പോകാനുള്ള പ്രാക്ടീസ് തുടങ്ങണം അല്ലേ? അപ്പൊ എന്തായാലും നിങ്ങൾ ഇത്രയും അടിച്ചു പൊളിച്ച്, നമുക്കറിയാം ഗ്രൂപ്പ് ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലോത്സവത്തിൽ ഭയങ്കര വാശിയേറിയിട്ടുള്ള ഒരു മത്സരം തന്നെയാണ്. അത് കാണാനും ഒരുപാട് പേര് എത്ര വൈകിയാലും കാണാനുള്ള ആ സദസ്സിൽ നിറയെ ആളുകളുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ആ നിറഞ്ഞ സദസ്സിൽ കളിച്ച് വിജയം നേടിയ ഈ കുട്ടികളുടെ ആ ഒരു പെർഫോമൻസ് നമുക്കൊന്ന് കാണാം കുറച്ച്. ഓക്കെ, നല്ല രസമുണ്ട് കാണാനായിട്ട് നിങ്ങളുടെ പെർഫോമൻസ്. ആ ചടുലമായ നൃത്തം എന്നൊക്കെ പറയില്ല, അത് മാത്രമല്ല നിങ്ങളുടെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സും എല്ലാം നല്ല രസമായിട്ടുണ്ട്. ഓരോ തവണയും നിങ്ങൾ ഡാൻസ് ചെയ്യുമ്പോഴേ പുതിയ പുതിയ പാട്ട് വെച്ചിട്ടാണോ എടുക്കാറുള്ളത്? ആണോ? അതെ, ഹൈസ്കൂൾ പുതിയ പാട്ടാണ് കൊറിയോഗ്രാഫി. ഓക്കെ, നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തരുന്നത് ആരാ ശരിക്കും? സാബു ജോർജ് സാറാണ് പഠിപ്പിച്ചു തരുന്നത്. എല്ലാ വർഷവും സാർ തന്നെയാണ്? സാർ തന്നെയാണ്. സാറിനും കൂടെ ഉള്ളൊരു ക്രെഡിറ്റ് ആണല്ലേ നമ്മുടെ സ്കൂളിനും സാറിനും പിന്നെ നിങ്ങളുടെ എഫേർട്ടിനും ഒക്കെ ഉള്ളൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്.